അങ്ങനെ 2022 പുതിയൊരു വർഷം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ പേയിൽ നമുക്ക് എങ്ങനെ കാർഡ് ആഡ് ചെയ്യാം, കാർഡ് ആഡ് ചെയ്ത ശേഷം എങ്ങനെ നമുക്ക് അത് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം, നിങ്ങളുടെ ഫോണിൽ NFC സൗകര്യമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്ന POS ടെർമിനലിലും NFC സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാനായി സാധിക്കും. ഇതിൻ്റെ ലൈവ് പ്രോസസ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് നൽകുക. നമുക്ക് ഗൂഗിൾ പേയിൽ UPI പേയ്മെൻറ്റ് ഓപ്ഷൻ കൂടാതെ നമുക്ക് കാർഡ് ആഡ് ചെയ്ത ശേഷം അതുപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുവാനായി സാധിക്കും. നമുക്ക് കാർഡ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ബിൽ പേയ്മെൻറ്റുകൾ നടത്താം. ഗൂഗിൾ പേയിലുള്ള സൗകര്യം ഉപയോഗിച്ച് നമുക്ക് ബിൽ പേയ്മെൻറ്റുകൾ നടത്താം. അതുപോലെ തന്നെ ഭാരത് QR കോഡ് സപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഓഫ്ലൈൻ ഷോപ്പുകളിലും നമുക്ക് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. പിന്നെ നിങ്ങളുടെ ഫോണിൽ NFC സൗകര്യമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്ന POS ടെർമിനലിലും NFC സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തുവാനായി സാധിക്കും. പിന്നെ പറയാനുള്ളത്, ഗൂഗിൾ പേയിൽ എല്ലാ ബാങ്കുകളുടെ കാർഡുകളും സപ്പോർട്ട് ആവുകയില്ല. നമുക്ക് ഏതൊക്കെ ബാങ്കുകളുടെ ഏതൊക്കെ കാർഡുകൾ സപ്പോർട്ട് ആവുമെന്ന് നോക്കാം. ആക്സിസ് ബാങ്കിൻ്റെ നോക്കുകയാണെങ്കിൽ വിസ പ്ലാറ്റ്ഫോമിലുള്ള ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പിന്നെ മാസ്റ്റർ കാർഡ് പ്ലാറ്റ്ഫോമിലുള്ള ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും സപ്പോർട്ട് ആവും. പിന്നെ SBIയുടെ വിസ പ്ലാറ്റ്ഫോമിലുള്ള ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും സപ്പോർട്ട് ആവും. പിന്നെ മാസ്റ്റർ നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡ് മാത്രമേ സപ്പോർട്ട് ആവുകയുള്ളൂ, ഡെബിറ്റ് കാർഡ് സപ്പോർട്ട് ആവുകയില്ല. പിന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ വിസ ക്രെഡിറ്റ് കാർഡ് സപ്പോർട്ട് ആവും, വിസ ഡെബിറ്റ് കാർഡും സപ്പോർട്ട് ആവും, മാസ്റ്റർ സപ്പോർട്ട് ആവുകയില്ല. HDFC ബാങ്ക് ആണെങ്കിൽ വിസ പ്ലാറ്റ്ഫോമിലുള്ളതും അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് പ്ലാറ്റ്ഫോമിലുള്ള ഡെബിറ്റ് കാർഡുകളും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളും സപ്പോർട്ട് ചെയ്യും. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കാണ് ഇൻഡസിൻഡ് ബാങ്ക്. ഇൻഡസിൻഡ് ബാങ്കിൻ്റെ വിസ പ്ലാറ്റ്ഫോമിലുള്ള ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും സപ്പോർട്ട് ആവും. ഫെഡറൽ ബാങ്കിൻ്റെ വിസ ഡെബിറ്റ് കാർഡുകളും അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡുകളും സപ്പോർട്ട് ആവും. മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ഡെബിറ്റ് കാർഡുകൾ സപ്പോർട്ട് ആവുകയില്ല. പിന്നെ RBL ബാങ്കിൻ്റെ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡും മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ഡെബിറ്റ് കാർഡും സപ്പോർട്ടാവും. പിന്നെ സപ്പോർട്ടാവുന്ന ഒരു ബാങ്കാണ് HSBC ബാങ്ക്. HSBC ബാങ്കിൻ്റെ വിസ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡും സപ്പോർട്ടാവും, ഡെബിറ്റ് കാർഡ് സപ്പോർട്ടാവുകയില്ല. അപ്പോൾ ഈ ബാങ്കുകളുടെ കാർഡുകൾ മാത്രമാണ് നിലവിൽ നമുക്ക് ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നമുക്ക് ഈ ഒരു സൗകര്യം നിലവിൽ ആൻഡ്രോയിഡ് വെർഷൻ ഗൂഗിൾ പേയിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. iOS ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ഫീച്ചർ നിലവിൽ ലഭ്യമല്ല. ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നാളും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. കാരണം ഞാൻ ഉപയോഗിക്കുന്നത് iOS ആണ്. അപ്പോൾ അതിൽ ഈ ഒരു സൗകര്യം നിലവിൽ ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ ഷോപ്പിൽ പോയിട്ട് അവൻ്റെ ഫോണിൽ കാർഡ് ആഡ് ചെയ്ത് അവൻ്റെ ഷോപ്പിലെ സ്വൈപ്പിംഗ് മെഷീനിൽ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഗൂഗിൾ പേയിൽ കാർഡ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു വീഡിയോയിലെ ഫോൺ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ Pixel 4 ആണ്. അതിനകത്ത് NFC സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടാപ്പ് ആൻഡ് പേ സൗകര്യമുള്ള ഒരു POS ടെർമിനലാണെങ്കിൽ ജസ്റ്റ് ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നും ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഗൂഗിൾ പേയിലേക്ക് ആഡ് ചെയ്യുന്നത് എൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ പുതുതായിട്ട് ലഭിച്ച ACE ക്രെഡിറ്റ് കാർഡാണ്. ആ ഒരു വീഡിയോ ഇതുവരെ കണ്ടില്ലെങ്കിൽ കാണുക, ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പം കാർഡ് ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു പേ ബിസിനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളുടെ കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മാനുവലി എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഞാനിപ്പം ഡീറ്റെയിൽസ് മാനുവലായിട്ട് എൻ്റർ കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഓപ്ഷനിൽ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. നമ്മുടെ പേര്, അഡ്രസ്സ്, നമ്മുടെ ഫോൺ നമ്പർ, പിൻകോഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വരും, അത് വായിച്ച് നോക്കാണ്ട് അവർക്ക് നോക്കാം. അതിനുശേഷം അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോൺടാക്റ്റിംഗ് യുവർ ബാങ്ക് എന്ന് വരും. നമ്മളുടെ കാർഡ് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം. നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ആ രീതിയിൽ വെരിഫൈ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ടെക്സ്റ്റ് മെസ്സേജാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OTP അടിച്ച് കൊടുത്തു കഴിയാൻ നേരത്ത് കാർഡ് വെരിഫൈ ആയി. കാർഡ് നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ആഡ് ചെയ്തു. നമ്മളുടെ ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് കൂടാതെ കാർഡ് സെക്ഷനിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് ആഡ് ആയിരിക്കുന്നത് കാണാം. നമുക്ക് NFC എനേബിൾഡ് ഫോണാണെങ്കിൽ നമുക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് മൾട്ടിപ്പിൾ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാർഡ് വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡീഫോൾട്ടായിട്ട് ഈ ഒരു കാർഡ് വേണമെങ്കിൽ ഈ കാർഡ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാർഡ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. മൾട്ടിപ്പിൾ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാർഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടാപ്പ് ആൻഡ് പേ വഴി പേ ചെയ്യാനായിട്ട് നമ്മൾ NFC ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഫോണിൽ ആദ്യം NFC ഉണ്ടായിരിക്കണം. അതിനുശേഷം സെറ്റിങ്സിൽ NFC സെർച്ച് ചെയ്താൽ NFCയുടെ സെറ്റിങ്സ് വരും. അപ്പോൾ ഈ ഒരു ഗൂഗിളിൻ്റെ Pixel 4 ആണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ NFC സെർച്ച് ചെയ്യുമ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് വരുന്നത്. ഒന്നാമത്തേന്ന് വെച്ചാൽ NFC യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണം. അത് ഓണും ഓഫും ചെയ്യാം. ഇപ്പോൾ ഇതിപ്പം ഓണാക്കിയിട്ടിരിക്കുകയാണ്.
പിന്നെ നമുക്ക് NFC യൂസ് ചെയ്യണമെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി വേണമെങ്കിൽ ഡിവൈസ് അൺലോക്ക് ചെയ്താൽ മാത്രം NFC വർക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് റിക്യൂർ ഡിവൈസ് അൺലോക്ക് ഫോർ NFC എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. നമുക്കിവിടെ ഓണാക്കാനോ ഓഫാക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡിവൈസ് നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫോൺ ടാപ്പ് ചെയ്താൽ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ഫോൺ നമ്മൾ അൺലോക്ക് ആക്കണമെന്നില്ല, ജസ്റ്റ് ഫോൺ ടാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് പേ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഫോണിൽ ഈ ഒരു NFC ടെക്നോളജി ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ആപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡീഫോൾട്ട് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഏത് ആപ്പ് വേണമെന്ന്. അപ്പോൾ ഇതിനകത്ത് ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ സാംസങ് പേയും കാണും, അതുപോലെ തന്നെ ഗൂഗിൾ പേയും കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡീഫോൾട്ട് ആപ്പ് സെറ്റ് ചെയ്തിടാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഫോൺ ടാപ്പ് ചെയ്യാൻ നേരത്ത് ഏത് ആപ്പാണ് നമ്മൾ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതൊരു സ്വൈപ്പിംഗ് മെഷീനാണിത്. കാൽക്കുലേറ്റർ പോലെ ഇരിക്കും, ചെറിയ സാധനമാണ്. നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് വെച്ചാണ് നമ്മളിത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ സ്വൈപ്പിംഗ് മെഷീൻ ആണെങ്കിൽ അതിന് മാസം റെൻ്റൽ ചാർജ് കൂടുതലാണ്. ഏകദേശം മാസം ഒരു 300 to 500 വരെയൊക്കെയാണ് പല സ്വൈപ്പിംഗ് മെഷീൻ്റെയും റെൻ്റൽ വരുന്നത്. ഇതാകുമ്പം നമ്മൾ ഇയർലി 750 രൂപ കൊടുത്താൽ മതിയാവും. അപ്പോൾ അത്രയും ചാർജിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പല ഷോപ്പ് ഓണേഴ്സും ഈ ഒരു സ്വൈപ്പിംഗ് മെഷീനാണ് വെക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് പ്രിൻ്റ് ഔട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് SMS വിടാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇത് സിമ്പിളായിട്ട് കയ്യിൽ കൊണ്ട് നടക്കാം. മറ്റേ സ്വൈപ്പിംഗ് മെഷീൻ ആണെങ്കിൽ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മുടെ പോക്കറ്റിൽ ഇരുന്ന് കൊണ്ടു നടക്കാം. നമ്മുടെ മൊബൈലിൽ ആപ്പ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇനി എങ്ങനെ പേ ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഒരു സ്വൈപ്പിംഗ് മെഷീനാണ്, ചെറിയ സ്വൈപ്പിംഗ് മെഷീനാണ്. അതിൻ്റെ അകത്തിപ്പം 1 രൂപ പേ ചെയ്യാനായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേ ചെയ്യാനായിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. ടാപ്പ് ചെയ്തപ്പോൾ കണ്ടോ പേയ്മെൻറ്റ് അക്സെപ്റ്റഡ് ആയി, ആ എമൗണ്ട് സക്സസ്ഫുള്ളായി ട്രാൻസ്ഫർ ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് നൽകുക. ഇതുവരെയായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, ജോയിൻ ചെയ്യുക. ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി moneymalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.